ഒരുപാട് കറിയൊക്കെ ഉണ്ടല്ലോ. ഇഞ്ചിയൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. നമുക്കതേ ചോറിലൊഴിക്കാൻ വേണ്ടിയിട്ട് മീൻചാറും സാമ്പാറും പുളിശ്ശേരി പരിപ്പും ഒഴിക്കാൻ 4 കൂട്ടം കാണിച്ചു തന്നില്ലേ. അതുകൂടാതെ മീൻ വറുത്തത്, പിന്നെ ദേ ഇങ്ങനെ ഒരു മീൻ കറിയുണ്ട്, കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്നത്, പിന്നെ തേങ്ങാ ചമ്മന്തി, സാലഡ്, നാരങ്ങ അച്ചാറ്, കപ്പ, ഇഞ്ചിക്കറി, പയറ് തോരൻ, അവിയൽ, പപ്പടം. അങ്ങനെ ഏകദേശം ഒരു 10-14 കൂട്ടം കൂട്ടിയിട്ടാണ് ഊണ്. ഒരു പായസം കൂടി ഉണ്ടെങ്കിൽ ഒരു സദ്യവട്ടം എന്ന് പറയാം അല്ലേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് പറയാൻ നെടുമ്പന എന്നാണ്. ഇവിടെ നെടുമ്പന പഞ്ചായത്ത് ഓഫീസുണ്ട്. ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുരഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ. ഇങ്ങനെ ഒരൊറ്റ റൂം തന്നെയല്ലോ കേട്ടോ. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വാഴ ഇലയിൽ നല്ല ഭക്ഷണം, നാടൻ രുചിയിലുള്ള ഭക്ഷണം, അതും 80 രൂപയ്ക്ക് മീൻ വറുത്തതും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഊണ് 11:30-12 മണിക്ക് മുമ്പ് ഊണ് 3:30-4 മണി വരെ കാണും. ഞായറാഴ്ച ദിവസം അവധി. രാവിലെ കാലിച്ചായ ഉണ്ട്, നേരത്തെ കാപ്പി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് കാപ്പി വീണ്ടും ആവും. ഇവിടെ ഇപ്പം 12 വർഷം കൊണ്ടുണ്ട്. ഈ ആദ്യം കുടുംബശ്രീ നടത്തിക്കൊണ്ടിരുന്നു, അത് വിട്ടു. ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നു. എല്ലാവരും ഉണ്ട്. പഞ്ചായത്തിന്റെ ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വരും. അടുത്തുണ്ട് ഉളപ്പാടും. ഞാൻ 8 വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ. ഞാൻ കാർപ്പൻ്റർ വർക്കായിരുന്നു, വർക്ക്ഷോപ്പിലായിരുന്നു. ഇവിടെ തുടങ്ങിയത്. ഞാൻ മീൻചാറ് എടുത്തോളാം. പരിപ്പ് വേണം. ചാളയല്ലേ? കുഞ്ഞിച്ചാള, മറ്റേ പുളിയിട്ട് വറ്റിച്ചത് അല്ലേ. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇവിടെ മീൻ ചാറ് ഉണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ഇരുമ്പം പുളിയും മാങ്ങയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. മാങ്ങയിട്ട മീൻ കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഈ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കഴിച്ച് മറന്നു പോയിട്ടുള്ള കുറേ രുചികളില്ലേ. ചിലതിനൊന്നും തിരിച്ച് കിട്ടൂല. കാരണം എത്രയൊക്കെ മാങ്ങയിട്ട് വെച്ചാലും നമുക്ക് ചില രുചികളൊന്നും തിരിച്ച് പിടിക്കാൻ പറ്റില്ല. കാരണം ചിലവരുടെ കൈപ്പുണ്യായിരിക്കും, നമുക്ക് പ്രിയപ്പെട്ട ചിലർ വെച്ച് തന്നതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ അടുത്തേ കൂടെയൊക്കെ പോകുന്ന പോലെ ഒരു സ്വാദ് കിട്ടുമ്പോൾ ഒരു കുളിർമ എവിടെയൊക്കെയോ. കൊള്ളാം. ഈ മീൻചാറ് മാത്രം മതി കേട്ടോ ചോറിന്. കപ്പ അയച്ചോട്ടെ. അത് നോക്കിയേ, ഇങ്ങോട്ട് കൊല്ലം തിരുവനന്തപുരം ഒക്കെ മാത്രം കിട്ടുന്നതാണ് ഇങ്ങനെ ഈ വെണ്ണ പോലെ ഉടഞ്ഞ കപ്പ. പക്ഷെ വേറെ നമ്മൾ ഏതൊക്കെ ജില്ലയിൽ പോയി ഇങ്ങനത്തെ കപ്പ ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഊണിൻ്റെ കൂടെ കൊടുക്കണ കപ്പ ഇങ്ങനെയാണ് എപ്പോഴും. ഈ മീൻചാറും കൊള്ളാട്ടാ. അമ്മ പറയുകയാണ് കപ്പ ഉടഞ്ഞു പോയത്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നല്ല ഉടഞ്ഞിരിക്കണ കപ്പ. ഈ മഴയൊക്കെ തുടങ്ങിയാൽ വെള്ളം കയറിയാലൊന്നും ഇങ്ങനത്തെ കപ്പ കിട്ടൂല. പക്ഷെ ഇപ്പം ഈ സമയത്ത് നല്ല കപ്പ കിട്ടും. കയ്പൊന്നുമില്ല. ഇപ്പം ആണെങ്കിൽ മീൻ മേടിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും ഈ കുഞ്ഞിച്ചാള മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമാണെന്തോ. ഇന്നലെ ഞാൻ പോയപ്പോഴും ഇത് തന്നെയുള്ളൂ. എല്ലാ സ്ഥലത്തും ഈ ചെറിയ ചാള കണ്ടോ. നന്നാക്കി പറക്കി എടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും വറുത്തേമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതാ വൻപയറും കണ്ടോ, വൻപയറും കായയും. കായ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ഈ ഏത്തക്കായല്ല കേട്ടോ, അത് തിരുവനന്തപുരം കൊല്ലം പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അതിനെന്തോ ഒരു പേര് പറയും. ഇവിടുത്തെ അവിയലിലും അങ്ങനത്തതേ കണ്ട ആ കായ തന്നെയാണ് അവിയലിലും ചേർക്കുക. മൊന്തം കായോ അങ്ങനെ എന്തോ ഒരു പേര് പറയും. നമ്മളങ്ങോട്ടൊക്കെ അവിയലിലായാലും ഇങ്ങനെയൊക്കെ എല്ലാത്തിലും ഏത്തക്കായാണ് ചേർക്കുക. ഇനിയുണ്ട് ഒരു കൂട്ടവും കൂടി. ഒരുപാട് കറികളുള്ളതുകൊണ്ടേ ഓരോ അറ്റത്തുനിന്നായിട്ട് തുടങ്ങണം. അവിയൽ എല്ലാം കൂടെ ആയിട്ട് ഞാൻ കുഴച്ചു, കറികളൊക്കെ കൂടി. പ്രധാനപ്പെട്ട ഒരു സംഗതി കാണിച്ചു തന്നില്ലല്ലോ. കണ്ട തേങ്ങാ ചമ്മന്തി. നമ്മൾ ഈ വാഴ ഇലയിൽ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടേ ഇങ്ങനത്തെ ചമ്മന്തി അതിനകത്ത് വെച്ച് പൊതിയും.
ഞാനിങ്ങനെ ഈ നാടൻ രുചികളൊക്കെ എടുത്തിട്ട് ഇത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടോ ഒക്കെ എന്താ ഭ്രാന്താണോ ഒന്നും വീട്ടിൽ കിട്ടൂലെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെയൊക്കെ പുതിയ തലമുറ, നമ്മളെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ അവർ നിത്യം കഴിക്കുന്നത്. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് പലപ്പോഴും ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. ഇപ്പോൾ ഒരു അവിയലോ ഒരു പയറുതോരനോ ഒക്കെ എടുത്തു കൊടുത്താൽ എൻ്റെ കൊച്ചിനൊന്നും ഞാൻ വഴക്ക് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ പറ്റില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അതുങ്ങളെയൊക്കെ പച്ചക്കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയുണ്ട്. അവർക്കൊക്കെ ഇത് ശരിക്കും ഇത് രുചി അറിഞ്ഞ് കഴിക്കേണ്ട സാധനങ്ങൾ ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ഒരു കുറച്ച് പ്രായം കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ കഴിച്ച ശീലങ്ങൾ ഇതൊക്കെ നമുക്ക് വേറെ പുതുമകൾ തേടി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇത്തരം രുചികളൊക്കെ എടുത്തു പറയുന്നത്. നമ്മുടെ ചാനലിലൂടെ എന്തുകൊണ്ട് നമുക്കിതൊന്നും കാണിച്ചുകൂടെ? തിരുവനന്തപുരത്തായാലും മറ്റ് ജില്ലയിലായാലും ഏറ്റവും കൂടുതലുള്ള ഹോട്ടലുകൾ, ബിരിയാണികളും അൽഫാമുകളും പലതരത്തിലുള്ള ചൈനീസ്, അറബ് ഡിഷുകളൊക്കെ കിട്ടുന്ന ഹോട്ടലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാതെ ഇത്തരം സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എൻ്റെ ധൈര്യമാണ്. നമ്മളെല്ലാം കഴിച്ച് ശീലിച്ച നമ്മുടെ ശീലങ്ങളായതൊക്കെ, നമ്മൾ മറന്നുപോയ ചില ശീലങ്ങളായതൊക്കെ. വീട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഒരുപാട് സ്ഥലത്ത് ജോലിക്കും മറ്റു കാര്യത്തിനൊക്കെ മാറി നിൽക്കുന്ന ആളുകളില്ല. അവരെ സംബന്ധിച്ച് ഇത്തരം കടകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കടേൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ കിട്ടും കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെയാണ് വന്നത്. മുരഹരി ഹോട്ടൽ നെടുമ്പന എന്നടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ വരും. ഇനി അറിയാനൊന്നുമില്ല. നെടുമ്പന വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് കാര്യാലയം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ വരുന്നത് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുക. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.